സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. പിറവം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മുൻ എംപിയും പാർട്ടി വർക്കിംഗ് ചെയർമാനുമായ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കേരള കോൺഗ്രസ് പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുൻ എംപിയും പാർട്ടി വർക്കിംഗ് ചെയർമാനുമായ PC തോമസ് പിറവം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു. വാണിജ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാർഷിക മേഖല. ഈ മറ്റൊരു കാർഷിക മേഖലയിൽ ഇതുപോലെ വാണിജ്യപരമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ പറ്റുകയില്ല. കാരണം റബ്ബർ വേണമെങ്കിൽ ലോകത്തെവിടെ കൊണ്ടുവയ്ക്കാനും നമുക്ക് അവകാശമുണ്ട്, നമുക്ക് അവസരമുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല, അത് പല രീതിയിൽ തടയപ്പെടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങളാണ് റബ്ബർ വിലയിടിവിന് കാരണമെന്ന് ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി. നിയോജക മണ്ഡലം പ്രസിഡന്റ് MP ജോസഫ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ഇല്ലാത്ത പൈസ പലയിടത്തു നിന്ന് ലോൺ എടുത്തുകൊണ്ട്, പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട്, കടം മേടിച്ചുകൊണ്ട് കർഷകര് റബ്ബറിന് ഷെയ്ഡിടുകയും വളമിടുകയും കാട് വെട്ടുകയും തങ്ങളുടെ കുട്ടികൾക്കും വീടും ഒരു വരുമാനം തെളിഞ്ഞു വരികയാണല്ലോ എന്ന സന്തോഷത്തോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ സീസൺ ആരംഭിക്കുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ആസൂത്രിതമായ രീതിയിൽ റബ്ബറിന്റെ വിലയിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മൗനമായ അനുവാദത്തോടു കൂടിയുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പാർട്ടി ഡെപ്യൂട്ടി ചെയർമാനും MP-യുമായ ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ പൊതുകൃഷിക്കുള്ള മുഴുവൻ ചെലവും സബ്സിഡിയായി നൽകുമ്പോൾ ഇവിടെ കർഷകരെ റബ്ബർ ബോർഡ് അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. പ്രകടന പത്രികയിൽ 250 രൂപ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം തീർന്നു. കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കൊടുക്കുന്നുമില്ലല്ലോ. അപ്പൊ പ്രകടന പത്രികയിൽ ഒന്ന് പറയുകയും അതിനുശേഷം ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റുകളിലൊക്കെ വെറുതെ 500 കോടി വകയിരുത്തി എന്ന് പറയുകയും പരമാവധി 180 രൂപ വില നിലവാരം അത് മാത്രം ഞങ്ങൾ കൊടുക്കും. ഇവിടെ ഇപ്പൊ ഏതാണ്ട് 170-180 കിട്ടുന്നുണ്ട്. 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉന്നതാധികാര സമിതി അംഗങ്ങളായ ജോണി അരീക്കാട്ടേൽ, വിനോദ് തമ്പി, ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വർഗീസ് താനം, വനിതാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോസ്ലി സാബു, നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് മണക്കാട്ട്, കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് പാമ്പാക്കുട, ഇലനി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ, നഗരസഭാ കൗൺസിലർമാരായ സിനി ജോയ്, ബേബി കരിന്താടം, സംസ്ഥാന കമ്മിറ്റി അംഗം PK ജോസ്, പിറവം മണ്ഡലം പ്രസിഡന്റ് ജോർജ് ആനേക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ആവർത്തന കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡികൾ ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ന് കേരളത്തിലെ കൃഷിക്കാരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ പേരിന് മാത്രം ആക്കിക്കൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നടപടിയാണ് റബ്ബർ ബോർഡ് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.